എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകൻ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം 2026 മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. Four of Cups, Justice energy, Magician energy, Ace of Cups, Page of Swords, Knight of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 4 of Cups ആൻഡ് Page of Swords എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളെ ആലോചിച്ചിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ചിന്ത, അതായത് ഡിസപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ നഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഒരു പക്ഷേ ഇപ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കാം. പക്ഷെ ആ ഒരു സാഹചര്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭയങ്കര നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയിട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ, ഒരു സ്ലോ മൈൻഡ് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജീവിതം, ലൈഫ് ഈസ് ബെറ്റർ ദാൻ ഇറ്റ് സീംസ്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ ലൈഫിലില്ല. പക്ഷെ ചെറിയ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് സംഭവിക്കുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളിലാണ് ആ ഒരു ഇതുള്ളത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുമ്പോൾ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്ന എനർജി, അതായത് ഇറ്റ്സ് അപ് ടു യു. ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിൽ നിന്ന് ആ ഒരു സമൃദ്ധിയിലേക്ക്, ഒരു അബണ്ടൻസിലേക്ക് നിങ്ങളുടെ ചിന്ത മാറ്റുക എന്നുള്ളത്. മാനിഫെസ്റ്റേഷൻസും അഫർമേഷൻസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് മറ്റൊരു കാര്യം പ്രയോജനം ചെയ്യുന്നതാണ് ലൈഫിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ്. നിങ്ങൾ വളരെ ക്യൂരിയസ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും അറിയാനും പഠിക്കാനും ഒക്കെ. റെസ്റ്റ്ലെസ് എനർജി ആയതുകൊണ്ട് കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്നില്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട്. കാരണം റെസ്റ്റ്ലെസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിസിക്കലി മെൻ്റലി രണ്ട് തരത്തിലും ആക്റ്റീവ് ആയിരിക്കേണ്ടുന്ന ഒരു എനർജിയാണ്. കാരണം ഫിസിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സസൈസ് ജിമ്മ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ഇതുപോലത്തെ ഇതിൽ പോകുന്നത് നല്ലതായിരിക്കും. ഇമോഷണൽ മെൻ്റൽ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും ബ്രെയിൻ ആക്ടിവിറ്റീസ് അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും. അതായത് ബ്രെയിനിന് ഒരു എന്താ പറയുക, ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന എന്തെങ്കിലും അതേപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും. കാരണം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ രണ്ട് ഇതിലും നിങ്ങൾ റെസ്റ്റ്ലെസ്. അപ്പോൾ ആ ഒരു എനർജി, അത് എന്തെങ്കിലും നമ്മളിപ്പോൾ വെറുതെ ഇരിക്കണമെന്നതിന് പകരം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തെങ്കിലും പണി കൊടുത്തില്ല എങ്കിൽ അത് വളരെയധികം ബോർഡാവുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കൂടിയിട്ടാണിത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആളുകൾ, ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അപ്പോൾ പിന്നെ പഠിത്തം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ ആക്ടിവിറ്റീസൊന്നും മൈൻഡിൽ, ചിലപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, മൈൻഡ് ആക്ടിവിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള എന്തെങ്കിലും കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വേറെ മൈൻഡിനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന തരത്തിലുള്ള ഗെയിംസോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക, വെറുതെ ആളുകളെ കുറിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ അതായത് നോർമലായിട്ടുള്ളൊരു ചായ കുടിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ആ രീതിയിലുള്ള വെറും ഒരു ടോപ്പിക്ക്, ഒരു കാര്യമില്ലാതെയുള്ള സംസാരങ്ങൾ സംസാരിക്കാതെ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള സംസാരിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനും ആ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന കാര്യമാണ്. കാരണം
അതും പ്രയോജനം ചെയ്യുന്ന ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നത്. അതേപോലെ ജസ്റ്റിസ് എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ജസ്റ്റിസ് എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ സമയമാണിത്. അപ്പോൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്ന സാഹചര്യം എന്ന് പറയാം. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളിൽ എന്താണ്, അതായത് നിങ്ങളുടെ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രയോജനം ലഭിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ പ്രവൃത്തി ചെയ്തു, പക്ഷേ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കയ്യിൽ പൈസ നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു, ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അതാക്കി മാറുക. കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട നെഗറ്റീവ് എനർജിയിലാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ നിങ്ങൾ ജോലിയിലാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് ഒരേ ജോലിയിൽ തന്നെയാണ് നിങ്ങൾ, പക്ഷേ അതിൽ മുന്നേറ്റമൊന്നും ഉണ്ടാകുന്നില്ല, പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ നെഗറ്റീവ് ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾ വന്നിട്ട്, അപ്പോൾ നെഗറ്റീവ് എനർജി മൈൻഡ് മാറ്റുക. അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവോ കാര്യങ്ങളോ ലഭിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ഇപ്പോൾ അടുത്തിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, വലിയ രീതിയിൽ ലാഭമൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ബിസിനസ്സിലും കാര്യങ്ങളും ലാഭം വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ടും നിങ്ങൾ ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടം. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കാര്യങ്ങൾ കയ്യിൽ പൈസ വരുന്നു, പക്ഷേ കയ്യിൽ നിന്ന് വരുന്ന പൈസ കയ്യിൽ നിൽക്കുന്നില്ല, അത് കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൈസ കയ്യിൽ വരാതിരിക്കുന്ന സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പൈസ പോകുന്നു എന്നുള്ളതും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഫീലാണ്. കാരണം പൈസ വന്നിട്ട് മാത്രം കാര്യമില്ല, അത് കയ്യിൽ നിൽക്കാതെ പല വഴികളിലൂടെ അനാവശ്യ ചിലവുകൾ ഒത്തിരി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ അനാവശ്യ ചിലവുകൾ ഒന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, നിങ്ങളുടെ കൺട്രോളിന് അപ്പുറത്താണ് എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. വർഷം സേവ് ചെയ്യാനും മറ്റും പറ്റുന്നതിൻ്റെ തൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ജസ്റ്റിസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൃപ്തിയും സന്തോഷവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വീടൊക്കെ മാറുന്നതായിരിക്കാം. സ്വന്തമായിട്ട് വീടെന്നുള്ളൊരു സ്വപ്നം മനസ്സിലാണെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ളൊരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രണയം, അതിനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ ഒന്നിൻ്റെ പുറകെ ഓടേണ്ടി വരുന്നില്ല, മറിച്ച് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രണയവും കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ക്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പ്രണയത്തിലേക്ക് കലാശിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. അതും ഒത്തിരി തൃപ്തി തരുന്ന കാര്യം തന്നെയാണ്. വിവാഹ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി അവിടെയും സ്ട്രോങ് ആണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജീവിത നിലവാരം, ജീവിത സാഹചര്യങ്ങളിൽ മെച്ചം വരുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലേക്ക് കയറി താമസിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും 1 വർഷത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മെജീഷ്യൻ ഇൻ പേജ് ഓഫ് സോർട്സ് എനർജിയാണ്, മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്നത്, വീട് വയ്ക്കുന്നതോ വീട് വാങ്ങിച്ച് കയറി താമസിക്കുന്നതോ അതിലെ സാഹചര്യവും. അതോടൊപ്പം തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് വയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു വീടിനുള്ള സാധ്യത കൂടി തെളിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ മെജീഷ്യൻ എനർജി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ, ഇപ്പോൾ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട്, സാമ്പത്തികം, ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ പല തലത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ ജീവിത സാഹചര്യത്തിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്ന ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഓൾറെഡി നിങ്ങളുടെ അതായത് പുതിയ ചില തുടക്കങ്ങൾ വരുന്നുണ്ട്, ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം.
അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. ഇടയ്ക്ക് വരുന്ന നെഗറ്റിവിറ്റി റിലീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.